നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രത്തിൽ കലങ്കരി ഉത്സവം സമാപിച്ചു. തിരൂർ നഗരം അക്ബർ അലി മമ്പാടിനെ അനുസ്മരിച്ചു. കായിക മഹോത്സവം തിരൂർ മേഖല 2ാം ദിന മത്സരങ്ങൾ തുടങ്ങി. NSS ക്യാമ്പിൽ അതിഥികളായി ഡോക്ടർ ഖമറുന്നീസ അൻവറും ഡോക്ടർ KP മറിയുമ്മയും എത്തിയത് വളണ്ടിയർമാർക്ക് വേറിട്ട അനുഭവമായി. വിശദമായ വാർത്തകൾ. താനാളൂർ സ്വദേശിയായ യുവാവിനെ ആലത്തിയൂരിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക്മെയിൽ ചെയ്ത് മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്ത 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ വാക്കാട് സ്വദേശി വെട്ടു കാസിം എന്നറിയപ്പെടുന്ന കുറിയന്റെ പുരക്കൽ കാസിം, ആലത്തിയൂർ സ്വദേശികളായ കറുത്തെടത്ത് പടി രതീഷ്, മുത്തേടത്ത് പടി ബബീഷ് എന്നിവരെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആലത്തിയൂരിൽ വെച്ച് പോലീസ് പിടികൂടിയത്. യുവാവിനെ കത്തികൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചു മൊബൈൽ ഫോൺ കൈക്കലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. പോലീസിനെ യുവാവ് വിവരമറിയിച്ചതിൽ തക്ക സമയത്ത് പോലീസ് എത്തി പ്രതികൾ ഉപയോഗിച്ച വാഹന മുഖാന്തരം അവരെ പിടികൂടുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഖാസിം. തിരൂർ CI MJ ജിജോയുടെ നേതൃത്വത്തിൽ SI പ്രദീപ്, NCPOമാരായ രാജേഷ്, വിവേക്, രതീഷ് കുമാർ, ധനീഷ് കുമാർ, ഡിൻഡു, സതീഷ് കുമാർ, ആദർശ് എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം കലങ്കരി ഉത്സവം സമാപിച്ചു. രാവിലെയാണ് ക്ഷേത്ര നട തുറന്നത്. ഉച്ചയ്ക്ക് കുരുതി അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് ആചാരപ്രകാരം കാരാട്ട് ദേശക്കാരുടെ മുനമ്പത്തു നിന്നുള്ള എഴുന്നള്ളത്തായിരുന്നു. വൈകിട്ട് മുതൽ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളോടെ നടന്ന വരവാഘോഷങ്ങൾ ആകർഷകമായി. കിഴക്കേ മുക്കോല വരവ് വർണ്ണാഭമായി. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്ന സ്റ്റേജിലാണ് വരവുകൾ പ്രവേശിച്ചത്. വൈകിട്ട് മുതൽ നാടിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തിയത്.
നാലും പൊടിപൂജ, തായമ്പക, കലങ്കരി, താലപ്പൊലി, ഗുരുതി തർപ്പണം എന്നിവയും നടന്നു. ഇന്ന് രാവിലെ 7-നാണ് ഉത്സവ കൊടിയിറക്കം. ജനുവരി 4-നാണ് ഇനി നട തുറക്കൽ. വെട്ടം ന്യൂസ്, താനൂർ. തിരൂരിന്റെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ 3.5 പതിറ്റാണ്ടുകാലം നിറസാന്നിധ്യമായിരുന്ന അക്ബർ അലി മമ്പാടിനെ 3ാം ചരമവാർഷിക ദിനത്തിൽ സൗഹൃദവേദി തിരൂർ അനുസ്മരിച്ചു. മമ്പാടിൽ നിന്നെത്തി തിരൂരിനെ എല്ലാ മേഖലകളിലും ഉയർത്തിക്കാട്ടിയ വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അനുസ്മരണ സമ്മേളനം ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ പബ്ലിക് റിലേഷൻ ജോയിന്റ് ഡയറക്ടർ PA റഷീദ്, സെക്രട്ടറി KK റസാഖ് ഹാജി, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹൈനികര, MSS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു, സാഹിത്യകാരൻ A മാധവൻ മാസ്റ്റർ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹിമാൻ, MES തിരൂർ താലൂക്ക് ട്രഷറർ PA റഷീദ്, ചെറിയമുണ്ടം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MM റഫീഖ്, പാറയിൽ ഫസലു, സിദ്ദീഖ് ഹാജി തറമ്മൽ, VK റഷീദ്, റിഫ ഷൈലീസ് എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിലെ തിരൂർ മേഖലാ മത്സരങ്ങളുടെ 2ാം ദിനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഋഷികേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ അധ്യക്ഷത വഹിച്ചു. 31-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് അധ്യക്ഷ പ്രസിഡന്റ് പറഞ്ഞ പോലെ റിംഗ് റോഡിൽ നിന്ന് ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്ത് തിരൂർ MP സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ടാണ് അതിന്റെ സമാപന ചടങ്ങ് നടക്കുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ കായിക പ്രതിഭകളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആഷിഖ് ഹൈനിക്കര, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി PP അബ്ദുറഹിമാൻ, ഫൈസൽ ബാബു, സലാം P ലില്ലീസ്, PA റഷീദ്, അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, അബ്ദുൽ ഖാദർ ഹൈനിക്കര, ഇബ്നു വഫ, ജലീൽ പിലാക്കൽ, മുജീബ് റഹ്മാൻ, സനൂബിയ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ അൻവർ കള്ളിയത്ത് നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ്, മലപ്പുറം. കുണ്ടൂർ MSI ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പ് നടക്കുന്ന വെന്നിയൂർ GMUP സ്കൂളിൽ ദീർഘകാലം വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ ഖമറുന്നീസ അൻവറും സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് KP മറിയുമ്മയും അതിഥികളായി എത്തിയത് NSS വളണ്ടിയർമാർക്ക് വേറിട്ട അനുഭവമായി. കഴിഞ്ഞ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനും ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൊണ്ടുവരാനും ഇരുവരും നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും കുട്ടികളുമായി പങ്കുവച്ചു. കൂടാതെ വർത്തമാനകാലത്ത് കുട്ടികൾ നേരിടുന്ന ചതിക്കുഴികളും ലഹരി മാഫിയകളുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള അപകടകരമായ സ്ഥിതിവിശേഷങ്ങളും അനുഭവ സാക്ഷ്യത്തോടെ സദസ്സിനെ ഇരുവരും ബോധ്യപ്പെടുത്തി. കുട്ടികളിൽ ഉണ്ടാകേണ്ട കാരുണ്യ മനസ്സിന്റെയും സേവന പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെയും താൽപര്യം കുട്ടികൾക്ക് തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ച് ഡോക്ടർ ഖമറുന്നീസ അൻവർ വിശദീകരിച്ചു. കുട്ടികളോട് സംബന്ധിച്ചും വേണ്ട ഉപദേശങ്ങൾ നൽകിയും ക്യാമ്പിൽ ഇരുവരും സമയം ചെലവഴിച്ചപ്പോൾ കുട്ടികൾക്ക് ആവേശമായി. മികച്ച അഭിഭാഷകയായ അഡ്വക്കേറ്റ് KP മറിയുമ്മയുടെ അനുഭവങ്ങളും എല്ലാം കുട്ടികൾക്ക് ഹൃദ്യമായ അനുഭവമായി. NSS സ്കൂൾ യൂണിറ്റിന്റെ ഉപഹാരങ്ങൾ നൽകിയാണ് ഇരുവരും യാത്രയാക്കിയത്. വാർഡ് കൗൺസിലർ സുലൈഖ, മുൻ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA റഫീഖ്, ഷാനവാസ് പറവന്നൂർ, സ്കൂൾ പ്രിൻസിപ്പൽ T സിറാജുദ്ദീൻ, പ്രോഗ്രാം ഓഫീസർ സന്തോഷ്, അഞ്ജല, അധ്യാപകരായ മാലിക് K, സുൽഹത്ത്, റിജിഷ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.